നമസ്കാരം. NainaCreationsൽ ഇന്ന് വറുത്തരച്ച മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ സ്രാവാണ്. അത് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഈ ചുവന്നുള്ളി ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇനി വറുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ സ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ ഉലുവ, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, ഒരു പകുതി സവാള അല്ലെങ്കിൽ ചുവന്നുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക്, പിന്നെ ചെറിയൊരു നാളികേരം ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. വലിയ നാളികേരമാണെങ്കിൽ 1 മുറി മതിയാകും. ഇനി ഇതെല്ലാം കൂടിയിട്ട് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ചേർക്കാം, പക്ഷേ വറുത്തരച്ച കറിക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും ടേസ്റ്റ്. ഇനി മല്ലി, കുരുമുളക്, ഉലുവ, മുളക് എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് മൂത്ത മണം വരുമ്പോൾ അതിലേക്ക് ബാക്കിയുള്ള ചേരുവകളും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. എടുത്തു വെച്ചിട്ടുള്ള നാളികേരം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല, അതിനുശേഷം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. ഇതെൻ്റെ അമ്മ ഉള്ളപ്പോൾ അമ്മ ഉണ്ടാക്കണ കറിയാണിത്. അമ്മ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കും. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. അപ്പോൾ ഇതേപോലെ സവാളയും ചുവന്നുള്ളിയാണെങ്കിൽ അത് ഇട്ടിട്ട് ഇതേപോലെ മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ അത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇത് വെള്ളമൊന്നും ചേർക്കാണ്ട് വെറുതെ ഒന്ന് അരച്ചെടുക്കാം. അതിന് ശേഷം ഇതൊക്കെ ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് മറക്കാണ്ട് പ്രസ് ചെയ്യണം കേട്ടോ. ഇനി ഇതൊരു മൺചട്ടിയിലേക്ക് ഇഞ്ചിയും ഉള്ളിയും ചതച്ചത്, പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇലയൊക്കെ ചേർത്തിട്ട് ഈ അരച്ച് വെച്ചിട്ടുള്ള മസാലക്കൂട്ടും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി പുളിവെള്ളം, ഇത് സാമ്പാറിലൊക്കെ ചേർക്കണ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പുളിവെള്ളമാണ് ചേർക്കുന്നത്. ഞാൻ എപ്പോഴും വറുത്തരച്ച കറി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുടംപുളി ചേർക്കാറില്ല. ഇനി ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഞാനിത് എല്ലാം ചേർത്ത് മീനും കൂടി ഇട്ടതിന് ശേഷമാണ് അടുപ്പ് കത്തിച്ചിട്ട് വെക്കാൻ പോണത്. ഇതെല്ലാം ഇങ്ങനെ ഇളക്കി ചേർത്ത് ഇപ്പോൾ ഉപ്പും പുളിയൊക്കെ പാകമാണെന്ന് നോക്കിയതിന് ശേഷം വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ചിട്ട് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ കഷ്ണങ്ങൾ ഇതേപോലെ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഇത് അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണ വരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ മീൻകറി വെക്കുമ്പോൾ ഇളക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുക, പക്ഷേ ഞാനിത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കും. എനിക്കിത് ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, അടിയിൽ പിടിക്കുമോ എന്നുള്ള പേടിയാണ്. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തീയ് ഒന്ന് ലോ ഫ്ലെയിമിൽ, നന്നായി തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെക്കുകയാണ് ചെയ്യുക. അതിന് ശേഷം അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് പാത്രം തുറന്നൊന്ന് ഞാൻ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കും. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ സൈഡിൽ കൂടിയും നടുക്കിലൊക്കെ ഒന്ന് പതുക്കെ സ്പൂണൊന്ന് അടിയിൽ കൂടെ എടുത്തിട്ട് ഒന്ന് ഇളക്കി നോക്കും. അതിന് ശേഷം അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് എണ്ണ തെളിയണ വരെ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഉലുവ വറുത്ത് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ അവസാനം നമുക്കതൊന്ന് ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ അത് നന്നായി തിളച്ചു ലോ ഫ്ലെയിമിലേക്ക് ആക്കി അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 10-15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് കറി പാകമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചാറ് കുറുകി ഇരിക്കണം ഒന്നും കൂടി ഒന്നുണ്ടെങ്കിൽ കുറച്ച് നേരം തുറന്ന് വെച്ചിട്ടൊന്ന് ഒരു 5 മിനിറ്റ് നേരം കൂടി വെച്ച് കഴിഞ്ഞാൽ ചാറ് പാകത്തിന് കുറുകി കിട്ടും. അപ്പോൾ ഇത് ഒരു അടിപൊളി കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു പ്രത്യേക ടേസ്റ്റുള്ള കറിയാണിത്. സ്രാവൊക്കെ എപ്പോഴും ഇതുപോലെ വറുത്തരച്ചുണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക്
അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഉള്ളി മൂപ്പിച്ചിട്ട് കറിയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കറിയിലേക്ക് ഈ വാങ്ങി വെച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള ഇങ്ങനെ കറിവേപ്പിൻ്റെ ഇല ഇടുമ്പോൾ നല്ല മണമായിരിക്കും. അതിന് ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി ഉള്ളി മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി മൂപ്പിക്കുമ്പോഴും കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഞാൻ എപ്പോഴും എന്ത് കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും കറിവേപ്പിൻ്റെ ഇല നല്ലോണം ചേർത്ത് കൊടുക്കും. കറിവേപ്പിൻ്റെ ഇലയുടെ നല്ല മണമാണ്. അപ്പോൾ ഉള്ളി മൂപ്പിച്ച് കഴിയുമ്പോൾ ഉള്ളിയുടെയും കറിവേപ്പിൻ്റെ ഇലയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ നല്ലൊരു കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാവരും ചോറിൻ്റെ കൂടെയും ഇഡ്ഡലി ആയാലും ദോശ ആയാലും ചപ്പാത്തി ആയാലും ഒക്കെ ഈ കറി കൂട്ടി കഴിക്കും. ഇത് ഈ ഉള്ളി മൂപ്പിച്ചത് ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. ചിലരൊന്നും ഇങ്ങനെ മീൻകറി വയ്ക്കുമ്പോൾ ഇങ്ങനെ ഇളക്കമൊന്നുമില്ല കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കുറച്ച് സമയം കൂടി അടച്ചു വയ്ക്കും. ഇളക്കിയതിന് ശേഷം കുറച്ച് സമയം കൂടി മൂടി വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എല്ലാ മീൻ കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.